ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ അതാ നമ്മളുടെ ഒരു കുഞ്ഞ് അൺബോക്സിങ് വീഡിയോ ആണ് കേട്ടോ. നമ്മൾ കുറച്ചായിട്ട് നമ്മൾ സ്ട്രിംപിനെ മേടിക്കണം എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഭയങ്കര ഒരു ആഗ്രഹത്തിൽ നമ്മൾ ഇരിക്കുകയായിരുന്നു കേട്ടോ. അങ്ങനെ ഫൈനലി നമ്മൾ ഇതാ സ്ട്രിംപിനെ മേടിച്ചു. ഇത് നമ്മൾ അക്വാറ്റിക് മാനിയ എന്ന് പറഞ്ഞിട്ട് ആ ഒരു ആളുടെ കയ്യിൽ നിന്നാണ് കേട്ടോ നമ്മൾ മേടിച്ചിട്ടുള്ളത്. തൃശ്ശൂർ നമ്മൾ നേരിട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം അവിടെ കൊറിയർ ഓഫീസിൻ്റെ ഇച്ചിരി ഒരു പ്രയാസവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇച്ചിരി ദൂരെയാണ് കൊറിയർ ഓഫീസ്. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ റിക്വസ്റ്റ് ചെയ്തിട്ട് നമുക്ക് അയച്ചു തന്നിരിക്കുകയാണ് കേട്ടോ. ഇതിപ്പോൾ മിക്സഡ് ആയിട്ടുള്ള കളറാണ്. നമുക്ക് കുറച്ച് നാളായിട്ട് അധികമായിട്ട് നമ്മൾ വിചാരിക്കേണ്ട സ്ട്രിംപിന് മേടിക്കണം എന്നുള്ളത്. അങ്ങനെ എന്താണെങ്കിലും നമ്മൾ മറ്റൊരു ആളുടെ കയ്യിൽ നിന്നും ഓർഡർ ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് ഒറ്റൊരു കളറ് മാത്രമേ ഉള്ളൂ. ഇതൊരു 10 എണ്ണമാണ്, ഒരു 5 പെയറായിട്ടാണ്. ശരിക്കും ഒരു 10 എണ്ണമെങ്കിലും വേണം നമ്മൾ വളർത്തുമ്പോഴേക്കും. ഇച്ചിരിയൊന്നും പോരാ നമുക്ക്. അതായത് നമ്മളിപ്പോൾ മീനെയൊക്കെ മേടിച്ചിടുന്ന പോലെ ഒരു പെയർ 2 പെയർ ഒന്നും പറ്റില്ല. ഏറ്റവും കുറഞ്ഞത് എന്താ പറയുക, ഒരു 10 എണ്ണമെങ്കിലും വേണം. അപ്പോൾ ഓരോ കളറും നമ്മൾ 10 പെയർ വെച്ചിട്ട് എടുക്കുമ്പോൾ, അല്ലെങ്കിൽ 5 പെയർ 10 എണ്ണം വെച്ചിട്ട് എടുക്കുമ്പോൾ അത് ഇച്ചിരി കോസ്റ്റ്ലി ആയി പോകുമല്ലോ. അതുകൊണ്ടിട്ടാണ് നമ്മൾ മിക്സഡ് ആക്കി മേടിച്ചേട്ടോ. അതിന് ശേഷം നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു ഈ ഒരു ഐറ്റം. നമ്മൾ കുറേ സ്ഥലങ്ങളിൽ അന്വേഷിച്ചു, പക്ഷെ നമുക്ക് എങ്ങും കിട്ടിയില്ല കേട്ടോ. ഫുൾ ഗോൾഡ് എന്ന് പറഞ്ഞിട്ടില്ല ഈ ഒരു ഗപ്പി. അങ്ങനെ ആൾ പറഞ്ഞു ഇത് ചെറുതാണ്. അപ്പോൾ ആൾക്ക് അയക്കാനായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു. കാരണം ചെറുതാണ്, ഒന്ന് വളരട്ടെ എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ സമ്മതിച്ചില്ല. കുഴപ്പമില്ല, നമ്മൾ സാൻഡിൻ്റെ അടുത്ത് ഏകദേശം ഇതേ സൈസിൽ തന്നെയാണ് നമ്മൾ വളർത്തിയെടുത്തോളാം എന്ന് പറഞ്ഞു. കാരണം സാൻഡ ഇപ്പം നമുക്ക് ബ്രീഡിംഗ് ഒക്കെ ആയി 2 or 3 പ്രാവശ്യമൊക്കെ ആയിട്ട് ബ്രീഡായിട്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ നമ്മളിതാ ആഗ്രഹിച്ചിരുന്നതാ. ഇതതിൻ്റെ ഫീമെയിലാണ് കേട്ടോ. റിപ്പണൊക്കെയുള്ള ആയിട്ടാണ്. എന്താണല്ലോ ഇതിനെ കണ്ടപ്പോൾ തന്നെ എനിക്ക് ഇഷ്ടമായി. ഇത് ശരിക്കും കൊറിയർ ഓഫീസിൽ വന്നിട്ട് മോഡി വന്ന ആ ഒരു തിരക്കും മറ്റും ആയതുകൊണ്ട് കൊറിയറുകാർ എന്താ പറയുക, അവരുടെ അനാസ്ഥ എന്ന് തന്നെ പറയാം. അവരിത് വന്നിട്ട് നമ്മൾ അറിയിച്ചിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ എന്നിട്ട് പോയി നേരിട്ട് കൊറിയർ ഓഫീസിൽ വിളിച്ച് ചോദിച്ചിട്ട് നമ്മൾ നേരിട്ട് പോയി കളക്ട് ചെയ്ത് എടുത്തോണ്ട് വന്നതാണ് കേട്ടോ. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇനിയും അവർ അത് വെയിറ്റ് ചെയ്ത് വരുമ്പോഴേക്കും നമുക്ക് ഇതൊക്കെ മീനിൻ്റെ കാര്യമായോണ്ടേ സ്ട്രിംപ് പിന്നെയും കുറച്ച് ദിവസം കൂടിയൊക്കെ ഇങ്ങനെ പിടിച്ചൊക്കെ നിൽക്കും. പക്ഷേ നമ്മുടെ എന്താ പറയുക, ഫുൾ ഗോൾഡ് ഗപ്പി നമുക്ക് രക്ഷിക്കണമല്ലോ. അപ്പോൾ അങ്ങനെ നമ്മൾ നമ്മൾ നേരിട്ട് പോയി കളക്ട് ചെയ്തിട്ട് വന്നതാണ്. അപ്പോൾ വേറെ ആളുടെ കയ്യിൽ നിന്ന് നമ്മൾ ഓർഡർ ചെയ്ത ആ ഒരു കൊറിയർ നമുക്ക് ഇതുവരെ എത്തിയിട്ടില്ല. അതെത്തുമ്പോഴേക്കും അതിൻ്റെ വീഡിയോ കാണിച്ചു തരാം. അതെനിക്കൊന്നും അയച്ചിട്ടില്ല ആൾ അവിടെ നിന്ന്. ഇതിപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് ഒരു യെല്ലോ ഷെയ്ഡുണ്ട്, അതുപോലെ തന്നെ റെഡ് ഉണ്ട്, ഒരു ബ്ലാക്ക് അല്ല, ഒരു ബ്ലൂ ആണെന്ന് തോന്നുന്നു കേട്ടോ. നേരിട്ട് കണ്ടിട്ട് എനിക്ക് ബ്ലാക്ക് ആയിട്ടാണ് തോന്നുന്നത്. പിന്നെ ഒരു മിക്സ് ആയിട്ടുള്ള കളറുണ്ട്, അങ്ങനെ കുറച്ച് കളറൊക്കെ ഉണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറെ നിർദ്ദേശങ്ങൾ എന്നെ കമൻ്റായിട്ട് കൂടി അറിയിക്കാനായിട്ട് മറന്നു പോകല്ലേ.